ജിയോ പ്ലാറ്റ്ഫോംസ് IPOയ്ക്ക് അനുമതി. സ്വാഗതം Profit24 ഡെയിലി റൗണ്ടപ്പിലേക്ക്. ജിയോ പ്ലാറ്റ്ഫോംസ് അടക്കം 7 കമ്പനികൾക്ക് കൂടി IPOയ്ക്ക് അനുമതി. പാരസ് ഹെൽത്ത് കെയർ, ഭാരത് PET, സദ്ഭ ഫ്യൂച്ചർ ടെക്, പാരാമോട്ടർ ഡിജിറ്റൽ ടെക്നോളജി, MK സൺസ് ഫൈൻ ജ്വൽസ്, പുഷ് ബ്രാൻഡ് എന്നീ കമ്പനികൾക്കാണ് IPO കൊണ്ടുവരാൻ സെബി അനുമതി നൽകിയത്. ജിയോ പ്ലാറ്റ്ഫോംസിൻ്റെ IPOയ്ക്ക് ഏകദേശം $3.8 ബില്യൺ മൂല്യമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. മെറ്റയിലെ പ്രമുഖ ഇന്ത്യൻ എക്സിക്യൂട്ടീവായ സന്ധ്യ ദേവനാഥൻ കമ്പനി വിട്ട് OpenAIയിൽ ചേർന്നു. OpenAIയുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഓസ്ട്രേലിയ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്ക് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ സന്ധ്യ നേതൃത്വം നൽകും. മെറ്റയിൽ ഏകദേശം 1 ദശാബ്ദക്കാലത്തെ പ്രവർത്തനത്തിന് ശേഷമാണ് മാറ്റം. ഇന്ത്യയിലും ദക്ഷിണേഷ്യയിലും മെറ്റയുടെ വളർച്ചയ്ക്ക് നേതൃത്വം നൽകിയ സന്ധ്യ ദേവനാഥന്റെ നിയമനം ഈ മേഖലകളിലെ OpenAIയുടെ വിപുലീകരണത്തിന് തന്ത്രപ്രധാന നീക്കമായാണ് വിലയിരുത്തുന്നത്. ഇന്ത്യൻ ഓഹരി വിപണി 2 ദിവസത്തെ നഷ്ടപരമ്പര അവസാനിപ്പിച്ച് വെള്ളിയാഴ്ച നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ആഗോള വിപണികളിലെ അനുകൂല സൂചനകളും ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ ഇടിവുമാണ് വിപണിക്ക് പിന്തുണ നൽകിയത്. സെൻസെക്സ് 331 പോയിന്റ് ഉയർന്ന് 77,264-ലും നിഫ്റ്റി 85 പോയിന്റ് ഉയർന്ന് 24,175-ലുമാണ് ക്ലോസ് ചെയ്തത്. IT ഓഹരികളിൽ നിന്ന് കുതിച്ചു. നിഫ്റ്റി IT സൂചിക 3.5% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഫാർമ, മെറ്റൽ ഓഹരികളിലും കുതിപ്പ് ദൃശ്യമായി. കേന്ദ്ര സർക്കാർ പ്രതിരോധ കയറ്റുമതിക്കുള്ള ഓപ്പൺ ജനറൽ എക്സ്പോർട്ട് ലൈസൻസ് സംവിധാനം വിപുലീകരിക്കുകയും നടപടിക്രമങ്ങൾ ലളിതമാക്കുകയും ചെയ്തതിന് പിന്നാലെ പ്രതിരോധ ഓഹരികളിൽ വിൽപ്പന സമ്മർദ്ദം. ഭാരത് ഡൈനാമിക്സ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഉൾപ്പെടെയുള്ള പ്രതിരോധ ഓഹരികൾ വെള്ളിയാഴ്ച 4% വരെ ഇടിഞ്ഞു. പുതിയ ചട്ടക്കൂട് പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെയും ഘടകങ്ങളുടെയും കയറ്റുമതി നടപടികൾ വേഗത്തിലാക്കാനാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ കൂടുതൽ കമ്പനികൾക്ക് കയറ്റുമതി സൗകര്യം ലഭിക്കുന്നതോടെ നിലവിലെ കമ്പനികളിലെ മത്സരപരമായ നേട്ടത്തെക്കുറിച്ചുള്ള ആശങ്കയാണ് ഓഹരികളിൽ സമ്മർദ്ദമുണ്ടാക്കിയത്.